സംസ്ഥാനത്ത് തുടരുന്ന പ്രളയക്കെടുതിയിൽ പത്തനംതിട്ട മുതൽ ഇടുക്കി അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ശേഖർ കുര്യാക്കോസ് നടത്തിയ നിർണായക വിവരങ്ങൾ പുറത്ത്. വടക്കേശ്ശേരി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ രേഖപ്പെടുത്തിയ ഭീതിജനകമായ മഴയുടെ കണക്കുകൾ സ്ഥിതിഗതികളുടെ തീവ്രത വ്യക്തമാക്കുന്നതാണ്. പത്തനംതിട്ടയിലെ വടശ്ശേരിക്കരയിൽ നിന്നും വെറും 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ 302 മില്ലിമീറ്റർ അതിതീവ്ര മഴയാണ് പെയ്തിറങ്ങിയത്. ഇതിനു പുറമെ സമീപ പ്രദേശമായ ലാഹയിൽ 260 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയതായും ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പത്തനംതിട്ട മുതൽ ഇടുക്കി അതിർത്തി വരെയുള്ള പ്രദേശം മഴക്കെടുതിയിൽ വലിയ ഭീഷണിയാണ് നിലകൊള്ളുന്നത്. എന്നാൽ മുൻകൂട്ടി കൃത്യമായ അപായ നിർദ്ദേശങ്ങളും ജാഗ്രതാ മുന്നറിയിപ്പുകളും നൽകുവാൻ സാധിച്ചതുകൊണ്ട് മാത്രം അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും വൻതോതിൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മുൻകൂട്ടി മാറ്റി പാർപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. വലിയ രീതിയിലുള്ള പ്രളയഭീഷണി നിലനിന്നിരുന്നിട്ടും അധികൃതരുടെ സമയബന്ധിതമായ ഇടപെടലും ജാഗ്രതയും കാരണം വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്നത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. മഴ കനത്തതോടെ സംസ്ഥാനത്തെ വിവിധ ഗതാഗത പാതകളിൽ മണ്ണും മരങ്ങളും വീണ് വൻതോതിൽ റോഡ് തടസ്സങ്ങൾ രൂപപ്പെട്ടെങ്കിലും ചില മേഖലകളിൽ വെള്ളക്കെട്ട് ഇറങ്ങിത്തുടങ്ങിയെന്ന ആശ്വാസ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. മഴയുടെ ആഘാതം തുടരുന്നതിനിടയിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും റോഡുകളിലെ തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങളും ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് 100ഓളം കേന്ദ്രങ്ങളിൽ റോഡുകളിലേക്ക് മണ്ണും മരങ്ങളും വീണ് ഗതാഗതം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ദുരന്ത നിവാരണ സേനയുടെയും പ്രദേശത്തെ സംവിധാനങ്ങളുടെയും സജീവ ഇടപെടലോടെ പലയിടങ്ങളിലും റോഡിലെ തടസ്സങ്ങൾ നീക്കി വരികയാണ്. ഇതിനകം പല മേഖലയിലും പ്രളയജലം ഇറങ്ങി തുടങ്ങിയത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമേകുന്നുണ്ട്. മീനച്ചിലാറ്റിൽ ഉയർന്ന ജലനിരപ്പ് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ താഴ്ന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗികമായി അറിയിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കൃത്യമായ ഏകോപനത്തിലാണ് നിലവിൽ സംസ്ഥാനത്തെ എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. തെക്കൻ ജില്ലകളിൽ മഴയുടെ തീവ്രത കുറയുമെങ്കിലും അപ്പർ കുട്ടനാട്, ആലപ്പുഴ മേഖലകളിലുള്ളവർ തുടർന്നുള്ള മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്ന് ശേഖർ കുര്യാക്കോസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ കനത്ത സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പുകളിലേക്കും ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയ അടിയന്തര നടപടികളിലേക്കും നമുക്കൊന്ന് നോക്കാം. മഴക്കെടുതിയും പ്രളയഭീഷണിയും രൂക്ഷമായതോടെ കടുത്ത ജാഗ്രതയിലാണ് സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടങ്ങളും. സംസ്ഥാനത്ത് പെയ്യുന്ന കനത്ത മഴയുടെ തീവ്രത കണക്കിലെടുത്ത് 8 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മറ്റു ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശത്തോടെ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. മഴ കടുക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകമാക്കിയിട്ടുള്ളത്. നദീതീരങ്ങളിലും മലയോര മേഖലകളിലും വൻതോതിൽ പ്രളയ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അടിയന്തര നടപടി. വടക്കൻ ജില്ലകളിൽ മഴ കനക്കാൻ സാധ്യതയുള്ളതിനാലും നദീതീരങ്ങളിലും മലയോര മേഖലകളിലും പ്രളയ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാലും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.